ഏസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇരമ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വാക്യം. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. എന്നെ വിട്ടുപിരിയാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ആമേൻ. പ്രൈസ് ഗോഡ്. ഒരു പഴയ നിയമ ഉടമ്പടിയാണ്. ദൈവം എങ്ങനെ തൻ്റെ ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഉടമ്പടിയുടെ അർത്ഥം. വരാനിരിക്കുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പഴയ നിയമ വാഗ്ദാനമാണിത്. ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പുതിയ വഴി. പഴയ നിയമത്തിലെ എല്ലാ ഉടമ്പടികളും പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. യേശുവിന്റെ വരവ്, ഒരു പുതിയ നിയമ ഉടമ്പടിയുടെ ഉദ്ഘാടനം എന്നിവയാണ് പഴയ നിയമത്തിലെ എല്ലാ ഉടമ്പടികളും വിരൽ ചൂണ്ടുന്നത്. ഇരമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വാക്യത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ശാശ്വത ഉടമ്പടി കൈമാറുകയാണ്. എന്നാൽ ഈ വാക്യം ദൈവവും തന്റെ ജനവുമായുള്ള ഒരു നിത്യ ഉടമ്പടിയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. നിത്യ ഉടമ്പടി എന്നാൽ ഒരിക്കലും മാറാത്ത ഉടമ്പടി, ഒരിക്കലും മാറ്റം വരാത്ത ഉടമ്പടി. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ മുഴുവൻ അർത്ഥം എടുത്തു നോക്കിയാൽ ദൈവം തന്റെ ജനത്തിന് എപ്പോഴും നന്മ ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്നല്ലേ? ദൈവവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുന്നവർക്ക് ഈ നിത്യ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നാം ഒരിക്കലും നിരാശപ്പെടേണ്ട വരില്ലെന്ന് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് ഉറപ്പു തരികയാണ്. ആമേൻ. ഓർത്തു നോക്കിക്കേ, ഒരിക്കലും മാറ്റം വരാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഈ നിത്യ ഉടമ്പടിയിലേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആമേൻ. ഈ ഉടമ്പടി നമുക്ക് സാധ്യമാക്കി തന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിലായ ഒരു ദൈവ പൈതലിന് ഈ ഉടമ്പടി സ്വന്തമായി കിട്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചും പുതിയ ഉടമ്പടിയെക്കുറിച്ചുമുള്ള വലിയ പ്രവചനത്തിന്റെ ഭാഗമാണ് ഈ വാക്യം. ഈ ഉടമ്പടി നമുക്ക് സാധ്യമാക്കി തീർത്തത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വഴി തുറക്കുകയാണ്. നാം ഈ നിത്യ ഉടമ്പടിക്ക് അവകാശികളായി തീരുകയാണ്. ആമേൻ. ഈ ഉടമ്പടിക്കുള്ള ഒരു പ്രത്യേകത, അതൊരിക്കലും മാറ്റം വരാത്തതാണ്, നിലനിൽക്കുന്ന ഉടമ്പടിയാണെന്ന് മറക്കരുത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നാം മറന്നു പോകരുതാത്ത ഒരു കാര്യം, ഒരിക്കലും മാറ്റം വരാത്ത ഈ നിത്യ ഉടമ്പടിക്കുള്ളിലാണ് നാമും നമ്മുടെ കുടുംബവും എന്ന്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുമ്പോൾ നമുക്കെതിരെ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെ പൊട്ടിമാറുന്നതാണ്. ഹല്ലേലൂയ. ഇതിനെയൊക്കെ തകർക്കുവാൻ ഈ ഉടമ്പടിയിലുള്ള വിശ്വാസത്താൽ നമുക്ക് സാധിക്കും. ഉപരിയായി പിശാച് നമ്മുടെ ചിന്തകളിലൂടെ പ്രവർത്തിക്കുന്നു എന്നതാണ്. അവന് നമ്മുടെ മനസ്സിനെ മടിപ്പിക്കുവാൻ സാധിക്കും. ഒന്നും നടക്കുന്നില്ലല്ലോ, കാര്യങ്ങളൊക്കെ വഷളായി തീരുകയാണല്ലോ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അവൻ ഇട്ടുതരും. ഈ വചനം, ഈ ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ വിട്ടുപിരിയാതെ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നേടിത്തന്ന ആ രക്ത ഉടമ്പടിക്കുള്ളിൽ നാം നിൽക്കുന്നത് എന്ന് മറന്നു പോകരുത്. അല്ല, ഈ ഉടമ്പടി എന്നേക്കും നിലനിൽക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. പറഞ്ഞേ, ദൈവം എന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇത് ഇരമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വചനത്തിൽ അവർ എന്നെ വിട്ടു പിരിയാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൽ ആക്കി വെക്കുമെന്ന്, അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യുമെന്ന് വചനം പറയുന്നു. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന നാം എല്ലാവരും ദൈവവുമായുള്ള എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. ദൈവത്തെ വിട്ടുപിരിയാതിരിപ്പാൻ പങ്കലുള്ള ഭക്തി നമ്മുടെ ഉള്ളിലാക്കി വെക്കുന്നതും വിട്ടുപിരിയാതെ നമുക്ക് ഗുണം ചെയ്യുമെന്നും ഈ വചനം നമുക്ക് ഉറപ്പു നൽകുകയാണ്. ഇപ്പോഴും എപ്പോഴും ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ദൈവം എപ്പോഴും നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ പല കാര്യങ്ങളെയും നാം നേരിടേണ്ടി വന്നേക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് വചനം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ലോകത്തിന്റെ ശക്തിയെ ജയിച്ചിരിക്കുന്നു. ജയിച്ച ദൈവം നമ്മോടൊപ്പമുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് എന്ന് വചനം പറയുന്നു. ഒന്ന് മനസ്സിലേക്ക് പകർത്തി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, കേൾക്കുന്ന ചിലർ വളരെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം.
യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഈ നിത്യ ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുക. നമ്മുടെ ഉയർച്ചയാണ്, നന്മയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുകയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന്. ഈ ദൈവ പൈതലെ, നമുക്കും പറയാം, ഈ ഉടമ്പടിയുടെ അവകാശത്തിൽ നിന്നുകൊണ്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നന്മയാണ്, ഉയർച്ചയാണ് എന്ന്. ഹല്ലേലൂയ. നാം ഈ ഉടമ്പടിയെ അവകാശമാക്കി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മുന്നിലുള്ള എല്ലാ അന്യായ ബന്ധനങ്ങളും തകർന്നു വീഴും. പോലും അറിയാതെ നമ്മുടെ വഴിയും വാതിലുകളും തുറക്കപ്പെടും. പേർ ഇത് വിശ്വസിക്കുന്നു. ഏമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളൂ. പറയുന്നത് ഈ ലോകത്തിൽ വലിയ കഷ്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്നാണ്. ഇതൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ വചനം പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ കുറെ കഷ്ടം അനുഭവിച്ചതാണ്. കുറച്ച് കഷ്ടത്തിലൂടെയൊക്കെ കടന്നുപോയിട്ട് വാ, നിനക്ക് നിത്യതയ്ക്ക് അവകാശമുണ്ടോ എന്നല്ല വചനം ഇവിടെ പറയുന്നത്. ഇതിനോടൊപ്പം കുരിശിൽ കിടന്ന കള്ളൻ നിലവിളിച്ചപ്പോൾ താൻ ആരാണെന്നറിഞ്ഞ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞ കള്ളനോട് കരുണ കാണിച്ച ദൈവം ഒരിക്കലും ആ പർദീസ നിരസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദൈവ പൈതലെ, നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ എപ്പോഴും ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മാനസാന്തരത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്നവർക്ക്, ആരാണെന്നറിഞ്ഞ് യേശുവിനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ചവർക്ക് നിത്യത ില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നാം വിശ്വസിക്കേണ്ടത് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി നന്മയാണ്, ഉയർച്ചയാണ് എന്നുള്ളത് തന്നെയാണ്. കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ. നിത്യമാണ്, മാറ്റം വരാത്ത പദ്ധതിയാണ്. ഉറങ്ങുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ദൈവം നമ്മുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുന്നു എന്ന്. കാരണം ഇത് ശാശ്വതമായ ഉടമ്പടിയാണ്, ഒരിക്കലും മാറാത്ത ഉടമ്പടിയാണ്. ഈ ഉടമ്പടിക്കുള്ളിലാണ് ഞാനും എൻ്റെ കുടുംബവും എന്ന് വിശ്വസിക്കുന്നവർ ഏമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളൂ. ഈ ഉടമ്പടിക്കുള്ളിൽ നിൽക്കുന്ന ദൈവ പൈതലെ, പിന്നെ എന്തിന് നാം വിഷമിക്കണം, കരയണം? വിശ്വസിക്കുക, പറയുക, ദൈവവും എൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കും. വചനഭാഗങ്ങളൊക്കെയും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയും കരുതലിനെയും ഓർമ്മപ്പെടുത്തുന്നതല്ലേ. അതേ, യേശു ക്രിസ്തുവിലൂടെ ദൈവം വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും ഈ ലോകത്തിൽ മാത്രമല്ല, പരലോകത്തിൽ ഒരു നിത്യതയും നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നതാണ്. ഏറ്റവും മനോഹരമായ കാര്യം, യേശു ക്രിസ്തുവിലൂടെ ഒരിക്കലും മാറാത്ത ഈ നിത്യ ഉടമ്പടിക്കുള്ളിൽ ഞാൻ ആയിത്തീർന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. കാലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ നിത്യ ഉടമ്പടിക്കുള്ളിൽ ആയിത്തീരുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഉടമ്പടിയിൽ ആയിത്തീരുവാൻ ദൈവം നമുക്കായി ഒരുക്കിയ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിലൂടെ ദൈവവുമായി കൂടാതെ കൂട്ടായ്മ ആചരിക്കുവാൻ ലഭിച്ച ആ മഹത്തായ പദവിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിന്നെ എല്ലാ നന്മകൾക്കും ഉയർച്ചകൾക്കും യോഗ്യരായി തീർന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവയുടെ പുസ്തകം 32 അധ്യായം 40 വാക്യം നമുക്ക് ആവർത്തിച്ച് പറയാം. എനിക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ദൈവം പിന്മാറുകയില്ല, കാരണം ദൈവം എനിക്ക് വേണ്ടി ഒരു ശാശ്വത നിയമം ചെയ്തിരിക്കുന്നു. ഈ വചനം നമ്മുടെ ജീവിതാന്ത്യത്തോളം നമുക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. വചനം പറയൂ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും എനിക്ക് നൽകാതിരിക്കുമോ? എൻ്റെ പുസ്തകം 40 അധ്യായം 32 വാക്യം ആവർത്തിക്കുക. ദൈവം എന്നെ വിട്ടുപിരിയാതെ എനിക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തെ വിട്ടുപിരിയാതിരിപ്പാൻ ുള്ള ഭക്തി എൻ്റെ ഹൃദയത്തിൽ ആക്കി വയ്ക്കും. ദൈവം എന്നിൽ സന്തോഷിച്ച് എനിക്ക് ഗുണം ചെയ്യും. യേശുവിലൂടെ ഈ പദ്ധതിയിലേക്ക്, ഈ ഉടമ്പടിയിലേക്ക് കർത്താവ് സ്നേഹത്തോടെ നമ്മെ വിളിക്കുകയാണ്. പറയും, ഞാനും റെഡിയാണ് യേശുവേ, നീയുടെ കൂടെയുള്ള വാസത്തിന്, നീയുടെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ, ഒരിക്കലും മാറ്റമില്ലാത്ത ആ ശാശ്വത ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുവാൻ, ആ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ, എന്നെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്ന പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ, നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഈ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ഇന്ന് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഈ വചനം എൻ്റെ ജീവിതാന്തത്തോളം എനിക്ക് ഗുണം ചെയ്തുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.